വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകം ഒരുപക്ഷെ നമുക്കാർക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. 5 പേരും കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ഓരോ മനുഷ്യരുടെയും ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് ആ നരാധമൻ 5 പേരെയും കൊലപ്പെടുത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മലയാളികൾ ഒന്നടങ്കം വെറുത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഈ പറയപ്പെടുന്ന അഫ്വാനായിരിക്കും. എന്നിട്ട് ഈ അഫ്വാൻ എന്ന് പറയുന്ന ആ നരാധമന് വേണ്ടി ഇപ്പോൾ അവൻ്റെ പിതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലം പറഞ്ഞ കഥ എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ ആ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല എന്നും അത് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തിനെ ബാധിക്കുമെന്നും അത് കേസിനെ ബാധിക്കുമെന്നും എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഈ പിതാവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലും ദേഷ്യം തോന്നുന്നത്. അത് തൻ്റെ മകൻ്റെ ഭാവിയെ കൂടി ബാധിക്കുമെന്ന്. അതുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ഈ അഫ്വാന്റെ പിതാവായിട്ടുള്ള അബ്ദുർ റഹീം ഹർജി നൽകിയത്. നോക്കൊരു കുടുംബത്തിലെ 5 പേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നരാധമനാണ് അവൻ. അവനിനി എന്ത് ഭാവിയാണുള്ളത്? അവൻ ഏതെങ്കിലും IASൻ്റെയോ അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്ക് എഴുതി ഏതെങ്കിലും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി നിൽക്കാൻ കാത്തിരിക്കുന്നവനല്ല. ഒരു കുടുംബത്തിലെ 5 പേരെയും, അതിലൊരു കൊച്ചു കുട്ടിയുണ്ട്, ആ കുട്ടിയടക്കം 5 പേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നരാധമനെ അവൻ്റെ ഭാവി ഇല്ലാതാകും, അതുകൊണ്ട് സിനിമ മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ രംഗത്ത് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സിനിമയുടെ കഥ എന്താണെന്നറിയില്ല. ആ സിനിമയുടെ കഥയെക്കുറിച്ച് ഇദ്ദേഹത്തിന് മനസ്സിലാക്കണം. ഇത് സിനിമയായി കഴിഞ്ഞാൽ കേസിനെ ബാധിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന ആ ഒരു പോയിന്റ് ഭാവിയെ ബാധിക്കുമെന്ന് പറയുന്നത് അത് എന്തർത്ഥത്തിലാണ് ഈ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത് എന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് ഇയാളുടെ കൂടപ്പിറപ്പുകളോട് ഇയാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഇയാളുടെ ഇളയ മകനോട് ഇയാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഇയാളെ നൊന്ത് പ്രസവിച്ച ഉമ്മയെയും ഇദ്ദേഹത്തിൻ്റെ അനുജനോടും ഇദ്ദേഹത്തിന് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഒരിക്കലും നടത്തുമായിരുന്നില്ല. നോക്കിയ നരാധമൻ കൊലപ്പെടുത്തിയത് തൻ്റെ മകനെയാണ്, സ്വന്തം ഇളയ മകനെ. അഫ്വാൻ തൻ്റെ ഉമ്മയെപ്പോലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തോ ഭാഗ്യവശാൽ ആ സ്ത്രീ രക്ഷപ്പെടുകയും ചെയ്തു. ഇത്രയധികം ക്രൂരത കുടുംബത്തോട് ചെയ്തിട്ടും ഈ മനുഷ്യൻ ആ പയ്യനെക്കുറിച്ച് ഇപ്പോഴും അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ അഫ്വാൻ എന്ന് പറയുന്നവനെ ജയിലിലാക്കിയതിന് ശേഷം അവൻ ഇടയ്ക്ക് വെച്ച് ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്തോ ഭാഗ്യവശാൽ രക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്ത് പിതാവ് അബ്ദുർ റഹീം പറഞ്ഞത് അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്നായിരുന്നു. കുടുംബത്തിലുള്ള എല്ലാവരുടെയും മയ്യത്തുകളടക്കം ചെയ്തതിനു ശേഷം ആ ഖബർസ്ഥാനിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. തങ്ങളുടെ മക്കൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരെ ന്യായീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവസാനം സംഭവിക്കുന്നതോ ആ കുടുംബത്തിൻ്റെ അടിവേര് വരെ ഇല്ലാതായി പോകുമെന്നുള്ളതാണ്.